വിയർപ്പൊഴുക്കുന്നവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ പാരമ്പര്യം നിങ്ങൾക്കൊള്ളൂ. അല്ലാതെ അധ്വാനിക്കുന്നവന്റെ വില നിങ്ങൾക്കറിയില്ല. ഇലക്ഷൻ വരുമ്പോ ചിരിച്ച മുഖവുമായി അവറ്റകളുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന നിങ്ങളെ ജനം പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ കഴിഞ്ഞ ഇലക്ഷന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ തലയിൽ മുണ്ടോട്ട് നടക്കേണ്ടി വന്നത്. ആരോ അച്ഛന് വഴക്ക് പറയണമെന്ന് തോന്നുന്നു. ഈ നാട്ടിൽ അതിനുള്ള ധൈര്യം ആർക്കാ? വാ നോക്കാം. ജഗ, നീ ഭാഗത്തേക്ക് പോണ്ട. അതെന്താ? ഇലക്ഷൻ അടുത്ത് വരെയല്ലേ, സീറ്റ് തർക്കമാ. ഇത്തവണ മഹിളാ സംഘടനയിൽ ലിസി ജോർജിന് ഈ മണ്ഡലം കൊടുക്കണമെന്ന് വാശി പിടിച്ചിരിക്കുക മഹിളാ സംഘടന. അവരുടെ ആളുകളായിരിക്കും. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ. ജഗ വേണ്ട, അകത്തേക്ക് പോകാതിരിക്കുന്നതാ നല്ലത്. അറിയാലോ, നിനക്ക് സീറ്റ് തരപ്പെടുത്താനാ കുറുപ്പ് സാറ് ശ്രമിക്കുന്നതെന്ന ആക്ഷേപം. അതിനിടയിൽ നീ ഇപ്പം കയറി ചെല്ലണ്ട. വേണ്ട, രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിൽ വേറെ ആരും ഇടപെടുന്നത് കുറുപ്പ് സാറിന് ഇഷ്ടമല്ല. അകത്ത് ചിലപ്പോൾ പാർട്ടി സെക്രട്ടറിയൊക്കെ കാണും. വാ, നമുക്ക് തൽക്കാലം അവരുടെ മുന്നിലേക്ക് പോകണ്ട. എടാ, അച്ഛനെ ആക്ഷേപിക്കുന്നത് നീ കേട്ടില്ലേ? എടാ വേണ്ട, നീ ഭാഗത്തേക്ക് പോണ്ട. എടാ വാ, വാടാ. മോളെ വന്ദനെ, നീ ഒന്ന് ക്ഷമിക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. പ്രശ്നങ്ങൾ എനിക്കല്ലല്ലോ, പാവങ്ങളാണെന്ന് കരുതി പുച്ഛിക്കരുതാരേ. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതെ ഒന്നിറങ്ങി പോകുന്നുണ്ടോ നീ? അല്ലേലും ഇവിടെ കുടികെടുക്കാൻ വേണ്ടി വന്നതൊന്നുമല്ലല്ലോ. പോകുന്നു. മറന്നുവെച്ച് ബാഗ് എടുക്കാനാ തിരിച്ചു കയറിയത്. അച്ഛനും വല്ലാതെ താറടിച്ചത് കേട്ടപ്പോ പ്രതികരിച്ചു പോയി. എന്നോട് ക്ഷമിക്കണമേ. ജാതകദോഷം കൊണ്ട് പുര നിറഞ്ഞു നിന്നിട്ടും അവള് പഠിച്ചില്ല. ഈ കുറുപ്പാരാണെന്ന് ആ ശാപം പിടിച്ചവൾക്ക് കാണിച്ചു കൊടുക്കും ഞാൻ. അവമാനം. ജീവിതത്തിൽ ഇന്നേവരെ ഇത്രയും നാണക്കേട് ഉണ്ടായിട്ടില്ല. ഞാൻ കൂടി പ്രതിയാകുന്നൊരു കൊലപാതക കേസാ അവള് കുത്തിപ്പൊക്കെ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അത് ഞാൻ സഹിക്കും. പക്ഷെ എന്റെ കുടുംബത്തിൽ കയറി വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചത്, അത് ഞാൻ സഹിക്കില്ല. വീടില്ല ഞാൻ അവളെ. സാറേ, അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും ഒരു കൊലപാതക കേസാ മുന്നിലുള്ളത്. അതിൽ നിന്ന് എങ്ങനെയും തലയൂരാൻ നോക്കണം. അല്ലാതെ പുതിയൊരു കേസും കൂടി ഉണ്ടാക്കി വെക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ബുദ്ധിയല്ല. ഇലക്ഷൻ ഇനി അധിക നാളില്ലെന്ന് ഓർക്കുന്നത് നല്ലതാ. ഓ, ഇലക്ഷൻ 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 മാങ്ങാത്തുരി. ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞു വരികയാണല്ലോ. വർഷയുടെ വിവാഹം ഒരു വശത്ത്, വന്ദന കൊടുത്ത കേസ് മറുവശത്ത്. ഇവിടെ ഒരാള് തേള് കുത്തിയ കുരങ്ങന്റെ അവസ്ഥയിലും. ഇനി എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നത്? അല്ല, ആ കേസ് ഇവിടെ ഉള്ളവരും തമ്മിൽ എന്താ ബന്ധം?
ഒളിഞ്ഞെന്ന് ചെവിവട്ടം പിടിക്കുകയാണോ? ആ അല്ല, ഞാൻ മറ്റൊരു കാര്യത്തിന് ഇതിലെ വന്നതാ. മറ്റൊരു കാര്യത്തിനും? എന്നിട്ട് മുഖത്തൊരു കള്ളലക്ഷണമുണ്ടല്ലോ. അതെ, ആണുങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ കുടുംബ ഗുണമാ നീ ഇവിടെ കാണിക്കുന്നത്. അത് ഇന്നത്തോടെ നിർത്തിയേക്കണം. ഒരു കിഴങ്ങൻ ആരെയാണെങ്കിൽ തനി തറ ആശങ്ങൾ കുടുംബം മുടിക്കാനായിട്ട് വന്നോളൂ. പാടിക്കടി. ആരാണ് തറ, ഏതാണ് നാശം എന്നൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ചെവിയില് നുള്ളിക്കോ. ചേച്ചിക്കിന്ന് പിടിപ്പത് പണിയുണ്ടല്ലോ. അതെ, ഇന്ന് ഞാൻ കൂടി സഹായിക്കാം. ഇന്നെന്താ ചേച്ചി രാവിലെ ഉണ്ടാക്കുന്നേ? ചേച്ചി ചേച്ചി കരയാണോ? എന്താ ചേച്ചി പ്രശ്നം? ചേച്ചി കാര്യം പറ. എന്തിനാ കരയുന്നത്? ഇത് നോക്ക്, കാര്യം പറഞ്ഞാലല്ലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. ഇതിന് പരിഹാരം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലേ അല്ലേ. എനിക്ക് ആ വിലയല്ലേ വന്നു കയറിയ കുടുംബത്തിലും കാണും. അതുകൊണ്ടെല്ലാം സഹിച്ചേ പറ്റൂ. എന്നാലും ഒരു കുടുംബത്തിലെ പാവപ്പെട്ടവർക്കും പണക്കാർക്കും രണ്ട് പരിഗണന, അത് പാടില്ല. ഞാനും ഈ വീട്ടിലേക്ക് വന്നു കയറിയ മരുമകളല്ലേ, ഒളിച്ചോടി വന്നതൊന്നും അല്ലല്ലോ. എന്താ സുചിത്രേച്ചി ഇങ്ങനെ? ഞാൻ ഹരിത ഒളിച്ചോടി വന്നതിനെ കുറ്റപ്പെടുത്തി പറഞ്ഞതൊന്നും അല്ല, സങ്കടം കൊണ്ട് പറഞ്ഞതാ. പണവും പദവിയുള്ള ഹരിതയുടെ അച്ഛനമ്മമാർക്ക് ഇവിടെ എല്ലാവരും ദൈവത്തിന്റെ സ്ഥാനമല്ലേ കൊടുക്കുന്നത്. അവര് കാർക്കിച്ച് തുപ്പിയാലും എത്ര അവജ്ഞ കാണിച്ചാലും ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പണവും പദവിയും ഇല്ലാത്ത ഒരാളിന്റെ വിധവയല്ലേ എന്റെ അമ്മ. മറ്റുള്ളവരുടെ വീട്ടിലെ എച്ചിൽ പാത്രം കഴുകുന്നവള്. അങ്ങനെയുള്ള അമ്മയ്ക്ക് ആരും പുല്ലുവില കൊടുത്തില്ലെങ്കിലും ആർക്കും പരാതിപ്പെടാൻ പറ്റില്ലല്ലോ. ഒരർത്ഥത്തിൽ അമ്മ മറ്റുള്ളവരുടെ വീട്ടിൽ ചെയ്യുന്ന പണി തന്നെയല്ലേ എനിക്കിവിടെ. നേരം വെളുത്താൽ അർദ്ധരാത്രി വരെ ഒന്ന് ശ്വാസം വിടാൻ പോലും നേരം കിട്ടില്ല. ശമ്പളക്കാരിയായ ഹരിത ഇന്ന് വരെ ഇവിടുത്തെ അടുക്കള പോലും നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. അതിനാർക്കും ഒരു പരാതിയുമില്ല. ചേച്ചി പറയുന്നതൊക്കെ ന്യായം തന്നെ. പക്ഷെ അച്ഛനമ്മമാർക്കുമില്ലേ ചില പരിമിതികളൊക്കെ. ചേച്ചി അവര് മനഃപൂർവ്വം അവഗണിക്കുന്നതൊന്നുമല്ല. കോടീശ്വരിയായ ഒരു മരുമോളെ അടിച്ചും പിടിച്ചുമൊക്കെ അനുസരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്താ ഹരിത ചിലപ്പോൾ മനോജിനും കളഞ്ഞിട്ട് പോയെന്ന് വരും. അവർക്ക് മനോജിന്റെ ജീവിതം തകർക്കാൻ പറ്റുമോ? മൂത്ത മോന്റെ ഭാര്യയായ സുചിത്രേച്ചിയും ഇളയ മകന്റെ ഭാര്യയായ ഹരിതയും ഒരു വീട്ടിൽ ഒരുമിച്ച് കൊണ്ടുപോവാൻ വലിയ റിസ്ക് അമ്മ എടുക്കുന്നത്. ഇല്ലായ്മ അറിഞ്ഞു വളർന്ന ചേച്ചിയോട് മാത്രമേ അവർക്ക് എന്തെങ്കിലും അധികാരം കാണിക്കാൻ പറ്റൂ. അത് അവഗണനയല്ല, ഗതികേട് കൊണ്ടുള്ള അവസ്ഥയാണ്. സുചിത്രേച്ചി, ചേച്ചി അത് മനസ്സിലാക്കണം. എന്റെയും വർഷയുടെ മനസ്സിൽ ഒരു നാത്തൂന്റെ സ്ഥാനമല്ല, മൂത്ത ചേച്ചിയുടെ സ്ഥാനം സുചിത്രേച്ചിക്ക്. അമ്മയ്ക്ക് ഞാനും വർഷം മാത്രമല്ല പെൺമക്കൾ. ചേച്ചി അമ്മയുടെ സ്വന്തം മോളെ പോലെ. എന്താ ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ ചേച്ചിക്ക്?
വാ മുത്തശ്ശി രമ്യമോൾ എന്തിയെ? ചേച്ചിക്ക് ഇന്ന് ഭരതനാട്യത്തിന്റെ ക്ലാസ് ഉണ്ട്. ആണോ? അപ്പൊ നിനക്കില്ലേ? ഞാൻ പഠിക്കുന്നില്ല. അച്ഛമ്മേ, കല്യാണമായിട്ട് നാത്തൂനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കായിരുന്നു. മോളെ, നിങ്ങളുടെ അച്ഛൻ വന്നില്ലേ? ഇല്ല ആന്റി, കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം ഞങ്ങളുടെ വീടിന് വളരെ അടുത്തല്ലേ. അച്ഛൻ അങ്ങ് മണ്ഡപത്തിൽ വരാന്ന് പറഞ്ഞു. ഞാനും അങ്ങ് മണ്ഡപത്തിൽ വരാന്നാ കരുതിയത്. പക്ഷെ മൂത്ത മോളായ ഞാൻ വീട്ടിൽ വരാതെ മണ്ഡപത്തിലേക്ക് പോകുന്നതേ മര്യാദയല്ലല്ലോ എന്ന് തോന്നിയിട്ടാ മോളെയും കൂട്ടി നേരെ ഇങ്ങോട്ട് പോകുന്നത്. ആ, അച്ഛൻ കാറൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നമുക്ക് ഒരുമിച്ച് കാറിൽ പോവാം. നീ അങ്ങ് മണ്ഡപത്തിൽ വന്നാ മതിയായിരുന്നു. കണ്ട കണ്ട കണ്ട, അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ഛമ്മയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല. ആ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ മക്കളെ ഒഴിവാക്കുന്നതാണല്ലോ എല്ലാവർക്കും താല്പര്യം. ഒരു മരക്കോന്തന്റെ കൂടെ എന്തോ നക്കാപ്പിച്ചെന്നു എന്നെ അങ്ങ് കെട്ടിച്ചു വിട്ടു. അതോടെ വസന്ത ഈ കുടുംബവും തമ്മിലുള്ള ബാധ്യത അങ്ങ് തീർന്നെന്നാണല്ലോ എല്ലാവരുടെയും മനസ്സിലിരിപ്പ്. വന്ന് കേറിയില്ല, അതിനു മുമ്പേ അമ്മയ്ക്ക് തുടങ്ങി. അഹങ്കാരി. നിന്റെ ഈ എല്ലില്ലാത്ത നാക്കും മൂക്കേക്കടവും കാരണ ആർക്കും നിന്നെ ഇഷ്ടപ്പെടാത്ത. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറയുന്നു വട്ടം പിടിക്കാനും പരദൂഷണം പറയാനും അല്ലേടി നീ ഓടി പിടിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നു. അച്ഛമ്മേ, ദേ അച്ഛമ്മേ, നാത്തൂനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറയുന്നതല്ലോ, ഇവള് പറയിക്കുന്നതല്ലേ. ഇവിടെ കിട്ടുന്ന സമ്മാന പൊതിന്ന് വിലപ്പെട്ടതൊക്കെ അടിച്ചു മാറ്റാനും വെറുതെ ഇല്ലായ്മകളൊക്കെ പറഞ്ഞുണ്ടാക്കി ചന്ദ്രികയെ പിഴിഞ്ഞുറ്റാനും ആടി ഇവളിപ്പൊ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കണക്കായിപ്പോയി. വന്ദനയ്ക്ക് വന്നതുപോലെ ഒരു കോടീശ്വരനല്ലേ വർഷം കെട്ടാൻ പോകുന്നത്. വാരിക്കോരി കൊടുക്കുന്ന പ്രകൃതക്കാരൻ. സ്വന്തം മുത്തശ്ശിയാണ് പെറ്റമ്മയാണെന്നൊക്കെ പറഞ്ഞ് നമ്പരിട്ട് സോപ്പിട്ടെ അച്ഛമ്മയും കൊറേ കൈയിട്ട് വാരിയതല്ലേ. പിന്നെന്താ ഈ വസന്തയ്ക്ക് കഴിക്കുവോ? പരമാവധി കൈക്കലാക്കിട്ട് ഈ വസന്ത ഇവിടുന്ന് പോവുള്ളൂ. ആ നാത്തൂനെ, എനിക്ക് മൂക്കും വിശന്ന് കൊടല് കത്തുക അല്ലേ മോളെ. വലതും കഴിക്കാനെടുക്ക്. വേഗം ചെല്ല്. അച്ഛമ്മയ്ക്ക് ഇത് എന്താ? ആന്റി, എനിക്ക് വിശപ്പൊന്നുമില്ല. എന്റെതും കൂടെ എടുത്ത് അമ്മയ്ക്ക് കൊടുത്തേക്ക്. വയർ നിറച്ച് കഴിക്കട്ടെ. വയർ നിറഞ്ഞാ പിന്നെ കുറെ നേരത്തേക്ക് മിണ്ടാതിരുന്നോളൂ. ഇത്രയും പറഞ്ഞേര്. പറ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ, മുത്തശ്ശി കേക്കട്ടെ. നിന്റെ അമ്മയെ നിന്റെ അച്ഛനെ ശല്യം ചെയ്യുന്നുണ്ടോ? അടി കൊടുക്കോ? അടി കൊടുക്കോ? അതേ ഉള്ളൂ. ആണോ? അയ്യോ, എനിക്ക് തോന്നി. നീ എന്തു പണിയാ മോനെ കാണിച്ചത്? ആ ഹരിതയുടെ ഭർത്താവിന്റെ വീട്ടുകാര് കല്യാണം വിളിക്കാൻ വന്നപ്പോ നീ എന്തിനാ മാറിപ്പോയി കളഞ്ഞത്? ഞാനിവിടെ നിന്നിരുന്നെങ്കിലേ കൊലപാതകം നടന്നെ. അച്ഛാ, ആരാ അച്ഛനെ അപമാനിക്കുന്ന തരത്തിൽ ഇവിടെ കിടന്ന് അലറിയത്? ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ അച്ഛന്റെ ഓഫീസിലോ പാർട്ടി ഓഫീസിലോ വെച്ച് നടത്തുന്നതാണ് നല്ലത്. അല്ല, അത് പിന്നെ അല്ലെങ്കിലേ ആളുകൾ വഴക്കണെന്ന് തെറ്റിദ്ധരിക്കും. എടാ, അതിനിവിടെ രാഷ്ട്രീയ ചർച്ചകളൊന്നും നടന്നിട്ടില്ലല്ലോ. ഇവിടെ ബഹളം നടന്നത് നീ രാഷ്ട്രീയ തർക്കമാണെന്ന് തെറ്റിദ്ധരിച്ചോ? മനോജിന്റെ ചേച്ചിയാ അച്ഛനെതിരെ പൊട്ടിത്തെറിച്ചത്. ചേച്ചിയോ? ഏത് ചേച്ചി? ആ ദരിദ്രവാസികളൊന്നും ഞാനിതുവരെ കണ്ടിട്ട് പോലുമില്ല. അച്ഛനോട് എതിർത്ത് സംസാരിക്കത്തക്ക രീതിയിൽ അവളൊക്കെ വളർന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവളുടെ നാവ് ഞാൻ മുറിച്ചെടുത്താനെ. ഏട്ടൻ എല്ലാം കേട്ട് കയ്യും പൂട്ടി നിന്നോ? നീ ഒന്നടങ്ങ്. അച്ഛനെ അങ്ങനെ അവരെ ആക്ഷേപിച്ചതൊന്നുമല്ല. അവര് വന്നതേ കല്യാണം വിളിക്കാനാ. അവരുടെ കുടുംബത്തെക്കുറിച്ച് നിന്റെ അച്ഛൻ വല്ലാതെ പഴി പറയുന്നത് കേട്ടപ്പോ മനോജിന്റെ ചേച്ചി പൊട്ടിത്തെറിച്ചു പോയതാ. അതിപ്പോ കുടുംബത്തോട് സ്നേഹമുള്ള ആരാണേലും ചെയ്തു പോവും. അത്തരത്തിലാ നിന്റെ അച്ഛൻ അവരെ ആക്ഷേപിച്ചത്. എടാ, അതൊക്കെ കഴിഞ്ഞതല്ലേ. നീ ഇനി അതൊന്നും കാര്യമാക്കണ്ട. കാര്യമാക്കണ്ടെന്നോ?
എന്റെ മോനെ ഈ വീട്ടിൽ കയറി വന്ന് അപമാനിക്കാൻ ധൈര്യം കാണിച്ചവളാ അഹങ്കാരി. അവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് ഈ വീട്ടിൽ നിന്ന് നമ്മൾ പോകാനോ കൂടാനോ പാടില്ല. അവളുടെ അനിയത്തിയെ കെട്ടാൻ പോകുന്നവന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ മോൻ കല്യാണം നടത്തി കൊടുക്കണം അത്രേ. അങ്ങനെ ഒരു കാര്യവും നടക്കാൻ പാടില്ല. അച്ഛമ്മേ, എന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയി ഈ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കി വെച്ചവനാ ആ മനോജ്. അവന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനും നമ്മളാരും സഹകരിക്കാൻ പാടില്ല. ഏയ്, അതൊന്നും ശരിയാവില്ല. വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തതാ. ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. കല്യാണത്തിന് എനിക്ക് പോയേ തീരും. അച്ഛ, നമ്മളെ അഭിമാനം വേണ്ട. എൻ്റെ മോനെൻ്റെ വലം കൈയാണ്, എൻ്റെ പ്രതീക്ഷയാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നെ കൂടുതൽ അങ്ങോട്ട് ഭരിക്കാൻ വരണ്ട. നിനക്ക് മനസ്സിലായോ? കല്യാണത്തിന് ഞാൻ പോയിരിക്കും. കുറുപ്പിൻ്റെ വാക്കാ. പാലിക്കാൻ പറ്റാത്ത വാക്കുകളൊന്നും കുറുപ്പ് കൊടുക്കാറില്ല. ഈശ്വര, ഇനി എന്തൊക്കെ നടക്കുമെന്ന് അറിയാൻ വയ്യല്ലോ. വർഷയുടെ കല്യാണം നടക്കാൻ പോകുന്ന സമയത്ത് അമ്മ എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്റെ കല്യാണ സമയത്ത് രാജീവ് സാറിനുണ്ടായ അപകടത്തെക്കുറിച്ച് ഓർത്ത് കാണുമല്ലേ? അത് വർഷയുടെ കാര്യത്തിൽ സംഭവിക്കുന്നുള്ള ഭയമാണോ അമ്മയ്ക്ക്? അമ്മേ, വിവാഹയോഗം ഇല്ലാത്തവളെയും രാജയോഗമുള്ളവളെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത്. വർഷയുടെ കാര്യത്തിൽ ഒരനിഷ്ടം സംഭവിക്കില്ല. അവക്ക് രാജയോഗമുള്ള ജാതക. എന്റെ വിഷമം അതിനെക്കുറിച്ച് ഓർത്തൊന്നുമല്ല, നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്താ. ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോകുന്ന സമയത്ത് നീ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കേസും പഴക്കും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നിന്നെക്കുറിച്ച് ഇപ്പൊ അപവാദം പറയുന്നവര് ഇനി വർഷയെക്കുറിച്ചും അപവാദം പറയാൻ തുടങ്ങിയ ഈ വിവാഹം തന്നെ മുടങ്ങിപ്പോകുമെന്ന എന്റെ ഭയം. അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ. പരദൂഷണം കേട്ട മനസ്സ് മാറിപ്പോകുന്ന ആളല്ല എന്നെ കെട്ടാൻ പോകുന്നത്. എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞു പരത്തിയാലും എന്നെ ഉപേക്ഷിക്കില്ല. അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കലർപ്പില്ലാത്തതാണെന്ന് എനിക്ക് ഉറപ്പാ. ആ കാര്യത്തിൽ ആർക്കും ഒരു ടെൻഷനും വേണ്ട. എന്തൊക്കെ ആശ്വാസവാക്കുകൾ കേട്ടാലും എന്റെ മനസ്സിന്റെ ആദി ഒഴിവാകുന്നില്ല മക്കളെ. അമ്മ അതൊക്കെ പറയും, ചേച്ചി വിഷമിക്കണ്ട. എന്റെ ജാതകദോഷം കൊണ്ട് എന്റെ അനിയത്തിക്കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ?
ചന്ദ്രികെ, എന്തിനാ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആലോചന ഒഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. അതെന്റെ തലയിലെഴുത്തല്ലേ അമ്മേ. വർഷയുടെ കല്യാണം രാമേശ്വരത്ത് പോയ മാധവേട്ടൻ ഇനിയും മടങ്ങി വന്നിട്ടുമില്ല. ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങാനല്ലേ അവൻ പോയിരിക്കുന്നേ. അവൻ കൃത്യസമയത്ത് ഇങ്ങ് എത്തിക്കോളും. അത് ഓർത്ത് നീ തല പുകയ്ക്കണ്ട. അത് മാത്രല്ലല്ലോ ഓർക്കാനുള്ളത്. വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിവാഹം നടത്തി കൊടുക്കാന്ന് കുറുപ്പ് സാർ ഏറ്റിരിക്കല്ലേ. അത് വിക്രമിനെ അറിയിച്ചിട്ടുണ്ട്.